ഇൻസൈറ്റ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമുക്കറിയാം PSC പരീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷകളിൽ 10 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ രൂപീകരണം മുതൽ അമെൻമെൻറ്റ് വരെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഈ ഭാഗത്ത് PSC ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് ഭരണഘടന? ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമസംഹിതയ്ക്കാണ് നമ്മൾ ഭരണഘടന എന്ന് പറയുന്നത്. ആ രാജ്യത്തെ ബാക്കി എല്ലാ നിയമങ്ങൾക്കും മുകളിൽ നിൽക്കുന്ന ഒരു നിയമസംഹിതയാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമസംഹിതയാണ് ഭരണഘടന. ബാക്കിയുള്ള എല്ലാ നിയമങ്ങൾക്കും മുകളിൽ നിൽക്കുന്ന നിയമമാണ് ഭരണഘടന എന്ന് പറയുന്നത്. ലോകത്തിൽ ആദ്യമായി ഒരു നിയമം നൽകിയത് ഹമ്മറാബി എന്ന് പറയപ്പെടുന്നു. ഹമ്മറാബീസ് കോഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് എന്നാണ് ഹമ്മറാബീസ് കോഡ് അറിയപ്പെടുന്നത്. 2 തരത്തിലുള്ള ഭരണഘടനകളുണ്ട്, എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതും, റിട്ടൺ ആൻഡ് അൺറിട്ടൺ. എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും വലുത് നമ്മുടെ ഇന്ത്യയുടേതാണ്. എഴുതപ്പെട്ടതിൽ ഏറ്റവും ചെറുതും ഏറ്റവും പഴയതും അമേരിക്കയുടെ ഭരണഘടനയാണ്. അമേരിക്കയുടെ ഭരണഘടന നിലവിൽ വന്നത് 1789 1789 നിലവിൽ വന്ന അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ ആണ് 1789 നിലവിൽ വന്ന അമേരിക്കൻ ഭരണഘടനയുടെ പിതാവായി അറിയപ്പെടുന്നത്. എഴുതപ്പെടാത്ത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ് ബ്രിട്ടൻ്റെയും ഇസ്രയേലിൻ്റെയും ഭരണഘടനകൾ. എഴുതപ്പെടാത്ത ഭരണഘടനയ്ക്ക് ഉദാഹരണങ്ങളാണ് ബ്രിട്ടൻ്റെയും ഇസ്രയേലിൻ്റെയും ഭരണഘടനകൾ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഇത് രാജ്യത്തിലെ എല്ലാ നിയമങ്ങൾക്കും അതീതമായ നിയമമാണ്. ലോകത്തിൽ ആദ്യമായി ഒരു നിയമം നൽകിയത് ഹമ്മറാബിയാണ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന് പറയുന്ന ഹമ്മറാബീസ് കോഡ് ആണ് ലോകത്തിന് ആദ്യമായി നൽകപ്പെട്ട നിയമം. 2 തരത്തിലുള്ള ഭരണഘടനകളുണ്ട്, ഒന്ന് എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതും. എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും വലുത് നമ്മുടെ ഇന്ത്യയുടേതാണ്. ഏറ്റവും ചെറുതും ഏറ്റവും പഴയതും അമേരിക്കയുടേതാണ്. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് 1789 അമേരിക്കൻ ഭരണഘടനയുടെ പിതാവായി അറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ ആണ്. എഴുതപ്പെടാത്ത ഭരണഘടനകൾക്ക് ഉദാഹരണം ബ്രിട്ടൻ്റെയും ഇസ്രയേലിൻ്റെയും ഭരണഘടനകളാണ്. അമേരിക്കയിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരാശയം ആദ്യമായി ഉടലെടുക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആശയം ആദ്യമായി ഉടലെടുക്കുന്നത് അമേരിക്കയിലാണ്. അതിൻ്റെ ഭാഗമായി ജെയിംസ് മാഡിസൺ 1789 അമേരിക്കയ്ക്ക് ഒരു ഭരണഘടന സംഭാവന ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും ചെറുതുമായ എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കയുടെ ഭരണഘടന. പോയിന്റുകൾ എല്ലാവരും ഓർത്തു വയ്ക്കുക. എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴയതും ചെറുതും അമേരിക്കയുടേതാണ്. 1789 അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത്. എഴുതപ്പെട്ടതിൽ ഏറ്റവും വലുത് ഇന്ത്യയുടേതാണ്. ഏറ്റവും വലുത് ഇന്ത്യയുടെ ഭരണഘടനയാണ് എഴുതപ്പെട്ടതിൽ. ലോകത്തിനാദ്യമായി ഒരു നിയമം നൽകിയത് ഹമ്മറാബി ആണെങ്കിൽ ഇന്ത്യക്ക് ആദ്യമായി ഒരു നിയമം നൽകിയത് മനുവാണ് ഇന്ത്യക്ക് ആദ്യമായി ഒരു നിയമം നൽകിയത്. ആധുനിക മനു എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ ആണ് ആധുനിക മനു എന്നറിയപ്പെടുന്നത്. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കുന്നത് MN റോയ് ആണ്. മാനവേന്ദ്രനാഥ് റോയ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. MN റോയ് അഥവാ മാനവേന്ദ്രനാഥ് റോയ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്നാണ്. MN റോയിയുടെ യഥാർത്ഥ പേര് നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്നാണ്. 1934 ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ് അദ്ദേഹം ആദ്യമായി ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആശയം അവതരിപ്പിക്കുന്നത്. 1934 ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പുസ്തകത്തിലൂടെയാണ് നരേന്ദ്രനാഥ് ഭട്ടാചാര്യയായ MN റോയ് ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കുന്നത്. സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി. സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി ഉന്നയിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി. 1923 മോത്തിലാൽ നെഹ്റുവിൻ്റെയും CR ദാസിൻ്റെയും ശ്രമഫലമായാണ് സ്വരാജ് പാർട്ടി രൂപീകൃതമാവുന്നത്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന് ആവശ്യപ്പെടുന്ന ആദ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി.
1937 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫൈസാപൂർ കോൺഗ്രസ് സമ്മേളനമാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം പ്രമേയം മൂലം പാസാക്കിയത്. 1937 നെഹ്റു അധ്യക്ഷനായി ഫൈസാപൂരിൽ നടന്ന INC കോൺഗ്രസ് സമ്മേളനമാണ് പ്രമേയം മൂലം ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്നത് പാസാക്കിയത്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ നോക്കാം. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കുന്നത് MN റോയ് ആണ്. മാനവേന്ദ്രനാഥ് റോയ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. 1934 ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം അദ്ദേഹം ആദ്യമായി അവതരിപ്പിക്കുന്നത്. സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി. 1937 ഫൈസാപൂർ കോൺഗ്രസ് സമ്മേളനമാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം അംഗീകരിക്കുന്ന കോൺഗ്രസ് സമ്മേളനം. ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു. ഫൈസാപൂരിൽ വെച്ച് 1937 നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവായിരുന്നു. അതിൽ വെച്ചാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം അംഗീകരിച്ചത്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ ഭരണഘടന രൂപീകരിക്കുന്നത്. ക്യാബിനറ്റ് മിഷൻ്റെ അംഗങ്ങൾ പെത്തിക് ലോറൻസ്, AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ, പെത്തിക് ലോറൻസ് എന്നിവരാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പെത്തിക് ലോറൻസ് ആണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി വഹിച്ചിരുന്ന ആളാണ് പെത്തിക് ലോറൻസ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഇവിടുത്തെ വൈസ്രോയ് വേവൽ പ്രഭുവായിരുന്നു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ്. ആ സമയത്ത് ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുന്ന സമയത്ത് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി. 1946 മാർച്ച് 23 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുന്നത്. 1946 മാർച്ച് 24 എന്ന് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ചോദ്യത്തിൽ ഏതാണോ ഓപ്ഷൻ വരുന്നത് അതിനനുസരിച്ച് ആ ഉത്തരം തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 1946 മാർച്ച് 23 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത്. 1946 മെയ് 16 ക്യാബിനറ്റ് മിഷൻ അതിൻ്റെ പ്ലാൻ പബ്ലിഷ് ചെയ്യുന്നത്. 1946 മെയ് 16 ക്യാബിനറ്റ് മിഷൻ അതിൻ്റെ പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെത്തിക് ലോറൻസ്, AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്. പെത്തിക് ലോറൻസ് ആണ് ഇതിൻ്റെ ചെയർമാൻ. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി ആ സമയത്ത് വഹിച്ചിരുന്ന ആളാണ് പെത്തിക് ലോറൻസ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇവിടുത്തെ വൈസ്രോയ് ലോർഡ് വേവൽ പ്രഭുവായിരുന്നു ഇന്ത്യയിലെ വൈസ്രോയ്. ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു ബ്രിട്ടനിലെ പ്രധാനമന്ത്രി. 1946 മാർച്ച് 23 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുന്നത്. 1946 മെയ് 16 ക്യാബിനറ്റ് മിഷൻ അതിൻ്റെ പ്ലാൻ പബ്ലിഷ് ചെയ്യുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു all. Have a great day.